ഹലോ ഗൈസ്, വെൽക്കം ടു അബി ബ്ലോഗ്സ്. നമ്മൾ കുറച്ച് നാളായി വെളിയിലിറങ്ങി വീഡിയോ എടുത്തിട്ട്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു വെളിയിലിറങ്ങി വീഡിയോ ഇങ്ങനെ ഒരു വ്ളോഗ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആ സമയത്ത് ചെറിയൊരു പണി കിട്ടി. കാലിൻ്റെ വിരൽ ചെറുതായിട്ടൊന്ന് പൊട്ടി, എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടി. സോ കുറച്ച് ദിവസത്തേക്ക് വെളിയിലോട്ട് ഇറക്കലൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈ നോട്ട്, എനിക്കറിയാം എനിക്കും വെളിയിലിറങ്ങി വീഡിയോ എടുക്കണം തന്നെയാണ് ഇഷ്ടം. പക്ഷെ കണ്ടന്റ് കൂടുതലും അകത്തിരുന്നുള്ളതാണ് കിട്ടുന്നത്. കാരണം കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ആണ് നമുക്കുള്ളത്, പിന്നീട് അൺബോക്സിങ്, അതെല്ലാം വീണ്ടും അകത്ത് വെച്ചാണ് ചെയ്തത്. ഇപ്പം ഈ ഒരു വീഡിയോയും ജസ്റ്റ് ഒന്ന് സഹിക്കുക, കാരണം ഇതും വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെയാണ്. നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം അടുത്ത വീഡിയോ നമുക്ക് വെളിയിൽ വെച്ചുള്ള ആൾക്കാൻ ശ്രമിക്കാം, മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുവന്നതുപോലെ ബെസ്റ്റ് ഫോൺ ഇൻ 2025 ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയനിലാണ്. ആൻഡ് ഞാൻ ഉപയോഗിച്ച ഫോൺസ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച ഫോൺസ്, ആൻഡ് ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്ത ഫോൺസ്, എനിക്ക് വേണ്ടി ഞാൻ ഫോളോ അപ്പ് ചെയ്ത ഫോൺസ്, അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ചിലപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ് ഞാൻ ചിലപ്പോൾ പറഞ്ഞില്ലെന്നൊക്കെ വരും. എന്നുവെച്ചാൽ ഇത് എൻ്റെ ഒപ്പീനിയൻ വെച്ചാണ്. ഞാൻ തൽക്കാലം എല്ലാ ഫോൺസൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഉപയോഗിച്ചതും എനിക്കറിയാമെന്നുള്ളതും അങ്ങനെ കുറച്ച് ഫോൺസ് മാത്രമാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ അത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ കുറേ ഫോൺസ് വിട്ടുപോയിട്ടുണ്ടാകും, എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതിപ്പോൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്തതാണ് ഈ ലിസ്റ്റ്. സോ നമുക്ക് ഇത് ഞാൻ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 2-3 മാസത്തിനകത്ത് നമ്മുടെ ബിഗ് ബില്യൺ സെയിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ വരും. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു വീഡിയോ ഇടാം, കാരണം ആ ഫെസ്റ്റിവൽ ലിസ്റ്റിലുള്ള ഫോൺ വെച്ച് വേറൊരു വീഡിയോ ഇടാം. ഇതിപ്പം തൽക്കാലം 2025 ബെസ്റ്റ് ഫോൺസും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഫോൺസും എല്ലാം കൂടെ വെച്ച് ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. കാണിച്ചു തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളൊരു 10,000 to 20,000 റുപ്പീസിനകത്ത് ഒരു ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇൻ മൈ ഒപ്പീനിയൻ iQC10 ആയിരിക്കും നിങ്ങളുടെ നല്ലൊരു ഓപ്ഷൻ. അതായത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ iQC10 ആയിരിക്കും. അത്യാവശ്യം നല്ല പ്രോസസ്സർ, അത്യാവശ്യം നല്ലൊരു ക്യാമറ, എന്നുവെച്ചാൽ ഒരു 10,000 to 20,000 റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണത്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ട് ആരോ എടുത്തായിരുന്നു ആ ഫോണ്. എനിക്ക് അതാരാണെന്ന് ഓർമ്മയില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇട്ടിരിക്കുക ആ വീഡിയോ. ഓക്കെ, അപ്പം 10,000 to 20,000 റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫോണെന്ന് പറയുന്നത് iQC10. ഓക്കെ, അടുത്തത് ഒരു 20,000 to 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഫോൺ എന്ന് പറയുന്നത് iQ Neo 10R. iQ Neo 10R ഞാൻ പറഞ്ഞ പോലെ സെയിം പരിപാടികൾ തന്നെ. നല്ല സ്നാപ്ഡ്രാഗൺ, നല്ല ചിപ്സെറ്റ്, നല്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയ ചിപ്സെറ്റ്, നല്ല കിടിലൻ ക്യാമറ, നല്ല കിടിലൻ ബാറ്ററി ഹെൽത്ത്. അതിൻ്റെ ഐ തിങ്ക് 100 വാട്ട്സിൻ്റെയോ 120 വാട്ട്സിൻ്റെ എന്തോ ചാർജിങ് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റിൽ ഫുൾ ചാർജ്. ഓക്കെ, അടുത്തത് മിഡ് റേഞ്ചാണ്. അതായത് ഒരു 30,000 to 40,000. കൂടുതലും എല്ലാവരും എടുക്കുന്ന ഫോൺസ് എടുക്കുന്ന ഒരു പ്രൈസ് റേഞ്ചാണ് ഈ 30,000 to 40,000. സോ അത് ഈ ഫോൺ കമ്പനിക്കാർക്കും അറിയാം. അതുകൊണ്ട് അവർ മാക്സിമം ഫോൺസും ഈ 30,000 to 40,000 രൂപയ്ക്ക് അകത്ത് ഇറക്കാൻ നോക്കും. മനസ്സിലായോ? അപ്പം അതിനകത്ത് കുറച്ച് ഫോൺസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് OnePlus 13R. അത് ഞാൻ ഉപയോഗിച്ച ഫോണല്ല, ബട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്ത ഫോണാണ്. ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ സ്പെക്കും പരിപാടികളൊക്കെ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. അത് വേറെ ആർക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഫോളോ അപ്പ് ചെയ്തതാണ്. അങ്ങനെ ആ ഫോൺ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നി. ബട്ട് എനിക്ക് ആ ഫോൺ ഉപയോഗിച്ച് നോക്കാൻ പറ്റിയില്ല. എനിക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടാം. നെക്സ്റ്റും OnePlus തന്നെയാണ്, OnePlus Nord 5. ഇത് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്, നല്ല ഫോൺ. OnePlusൻ്റെ ഞാൻ ഇപ്പോൾ 2 പറഞ്ഞത് നല്ല ഫോൺ, നല്ല ക്യാമറ, നല്ല ഒരു നിങ്ങൾ ഗെയിമിങ്, അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഒക്കെ നടക്കും. അതായത് ഈ 20,000 to 30,000 റേഞ്ച് വരെയൊക്കെ വലിയ ഗെയിമിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഒരു 30,000 to 40,000 റേഞ്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് നടക്കും. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് പരിപാടികളൊക്കെ നടന്നു പോകും. ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഭയങ്കര പ്രോ ലെവലൊന്നും പറയുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഒരു 30,000 to 40,000 റേഞ്ചിനകത്തുള്ളൊരു ഫോണാണ്.
അത്യാവശ്യം നല്ല വീഡിയോ ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്. സോ ആ ഒരു റേഞ്ചിൽ ഇപ്പം ഞാൻ OnePlusൻ്റെ പറയുകയാണെങ്കിൽ OnePlus 13R OnePlus Nord 5 ആണ്. ഇത് രണ്ടുമാണ് OnePlusൻ്റെ. അടുത്ത ഇനി 2 ഫോണുണ്ട്, IQ C11 IQ Neo 10. ഓക്കെ, ഇത് രണ്ടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ IQ Neo 10 ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ നൈസ് ഫോൺ. കാരണം ഞാൻ ഇപ്പം ഏകദേശം കുറച്ച് നാളായി, കഴിഞ്ഞ സെയിൽ നടന്ന സമയത്ത് ഞാൻ എടുത്തതാണ്. നമ്മളെ വീഡിയോസ് ഏകദേശം കഴിഞ്ഞ സെയിൽ നടന്ന സമയം തൊട്ട് ഇപ്പോഴും വരെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന ഏകദേശം ഒരു 3/4% വീഡിയോസ് ഞാൻ ഈ ഫോണിൽ എടുത്ത് ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഈ ഫോണിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. സോ ഇത് ഒരു യൂസർ റിവ്യൂ ആണ്. ഞാൻ ഇവിടെ ഇട്ടിരിക്കും. ഞാൻ ഈ ഫോണിൻ്റെ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരിടത്ത് കാണും, ഞാൻ ഇട്ടിരിക്കാം, വേണമെന്നുള്ളൊരു കാര്യം നോക്കുക. ഇത് ആക്ച്വലി നല്ല ഒരു 7000 mAh ബാറ്ററി, നല്ല 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, തിങ്ക് 8th Gen 4 ചിപ്സെറ്റാണ് വെച്ചിരിക്കുന്നത്. നല്ല കിട്ടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല പടയെന്ന് നടന്നു പോകും. ഞാനിപ്പം എനിക്കൊരു കാര്യമാണ്, ഞാൻ ചിലപ്പോൾ ഈ ചാർജ് ചെയ്യാൻ മറന്നു. സോ രാവിലെ ജസ്റ്റ് ഉറക്കം എണീച്ച് ചാർജിന് കുത്തിയിടുന്നു, കുളിക്കുന്നു, റെഡിയാവുന്നു, വരുന്നു, ഫോണ് ഫുൾ ചാർജ്. ഒരു 20-25 മിനിറ്റ്, ഒരു അരമണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുകയാണ്. അപ്പം എൻ്റെ ഡേ ടു ഡേ പരിപാടികളൊക്കെ നടന്നു. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 2 ഫോൺസാണ് IQ C11 IQ Neo 10. IQ C11 ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, അടുത്ത 40,000 to 50,000 രൂപ റേഞ്ചിലുള്ള ഫോൺസാണ്. OnePlus 12 IQ 12, OnePlus 12 IQ 12. പക്ഷേ പിന്നെ ഏതുണ്ട്? പിന്നെ OnePlus Nord 6. ആക്ച്വലി OnePlus Nord 6 അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ IQ 12 എടുക്കണമെന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, IQ Neo 10 ഉണ്ടല്ലോ, IQ Neo 10ഉം 12ഉം തമ്മിൽ വലിയ വ്യത്യാസം വരത്തില്ല. 12ൽ എനിക്ക് തോന്നുന്നു 8 Eliteൻ്റെ ചിപ്സെറ്റ് ആയിരിക്കുന്നത്. IQ Neo 10ൽ 8th Gen 4ൻ്റെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കുന്നത്. അത് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പിന്നെ ക്യാമറ ആയാലും വലിയ വ്യത്യാസം വരുന്നില്ല. ബാറ്ററി ആയാലും Neo 10ലാണ് കുറച്ചും കൂടെ നല്ലത്. അതിൽ 6000 mAh, 12ൽ 6000 mAh ഉള്ളൂ. Neo 10ൽ 7000 mAh ബാറ്ററി ഉണ്ട്. ആൻഡ് അതിൽ കൊടുക്കുന്ന സെയിം ചാർജർ തന്നെയാണ് ഇതിലും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ 40,000 to 50,000 റേഞ്ചിൽ നോക്കുന്നെങ്കിൽ IQ 12 നോക്കുന്നവർക്ക് നോക്കാൻ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഈ ലൈറ്റിൻ്റെ പരിപാടി എന്തൊക്കെയുണ്ട്. അതിനെക്കാട്ടി നല്ലത് അത് നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കത്തുള്ളൂ, അതിനുശേഷം അതങ്ങനെ ഉപയോഗിക്കത്തില്ല. അതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലത് IQ Neo 10 ആണ്. ആക്ച്വലി IQ Neo 10 16GB 512 ഞാൻ എടുക്കുന്ന സമയത്ത് 36,000 സംതിങ്ങേ ഉള്ളൂ. ഇപ്പോൾ അതിന് 45, ഏകദേശം 43, 44, ഏകദേശം 10,000 രൂപ കൂടിയിരിക്കുകയാണ്. അത് ഈ റാമിൻ്റെ മറ്റേൻ്റെയൊക്കെ വില കൂടിയുണ്ടാണ്. അല്ലെങ്കിൽ അത് കുറച്ച് താന്ന് കിടന്നെ അതിന് ചില സമയത്ത് വില കുറയും. IQ Neo 10ന് ചില സമയത്ത് വില കുറയും, 37, 38, 36 വരും. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പിന്നെ സ്റ്റോറേജ് വെച്ച് അതിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം 40,000 to 50,000 റേഞ്ചിൽ OnePlus 12ഉം IQ 12ഉം ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഫോൺസ്. പിന്നെ 60,000 to 70,000 റേഞ്ചിൽ എനിക്ക് അങ്ങനെ നല്ല ഫോൺസ് ഒന്നും തോന്നിയിട്ടില്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ 70,000 to 80,000 റേഞ്ചിലോട്ടാണ് പോകുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ IQ 15, ആക്ച്വലി IQ 15 ഇറങ്ങിയ സമയത്ത് വില കുറവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റാമിൻ്റെയൊക്കെ പ്രൈസ് കൂടിയപ്പോഴാണ് ഇതിനും വില കൂടിയതെന്നാണ് എൻ്റെ വിശ്വാസം. ബട്ട് IQ 15 അത്യാവശ്യം നല്ലൊരു ഫോണാണ്. അത് ഒരു ഗോട്ടെന്ന് പറയത്തില്ലേ, ആ ഒരു പരിപാടി. നല്ല കിടിലം ക്യാമറ, നല്ല കിടിലം ബാറ്ററി, നല്ല കിടിലം ചാർജിങ്, അങ്ങനെ നല്ലൊരു ഫുള്ളി പാക്ക്ഡ് സാധനം. നിങ്ങളുടെ കാര്യങ്ങളാണ് നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം. പിന്നെ എന്താ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഫോൺ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തതാണ് ഒരു
ഫ്ലാഷ് ലക്ഷറി നമ്മുടെ ലക്ഷറി സെഗ്മെന്റിന് കുറച്ച് താഴെ, അതായത് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റില് അത് തന്നെയാണ് സംഭവം. അതിൻ്റെ അകത്ത് 2 ഫോൺസ് ഉണ്ട്. ഫസ്റ്റ് ഫോൺ ഷോമി 70. ഇത് ആക്ച്വലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോണാണ്. കാരണം എനിക്ക് ഷോമിയുടെ ഫോൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ റെഡ്മി അല്ല, ഷോമി ഫോൺസ്. പക്ഷേ ഞാൻ ഇന്നേ വരെ ഷോമി ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഷോമിയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഷോമിയുടെ പ്രോഡക്റ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ ഒരു നല്ലൊരു കിഡിലും ക്യാമറ, വീഡിയോ ക്വാളിറ്റി അങ്ങനെ ഒരു ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഷോമി 17 സീരീസ് അടിപൊളിയായിരിക്കും. പിന്നെ അതിനും നല്ല ബാറ്ററി ഹെൽത്ത് ഉണ്ട്, നല്ല ചാർജിങ് സ്പീഡുണ്ട്. ഐ തിങ്ക് 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സംതിങ് എന്തോ ഉണ്ട്. സോ ഒരു 80,000 to 90,000 റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഷോമി 17 ആയിരിക്കും ബെറ്റർ. ഇനി നെക്സ്റ്റ് ഫോൺ. ഓക്കെ, ഇതിൽ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ഐഫോൺ വിരോധി എന്നാണ്. ബട്ട് അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഐഫോൺ ഒരു 10 ആ ഒരു ടൈം തൊട്ടൊക്കെയാണ് ഞാൻ ഐഫോൺ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. 10 എന്ന് വെച്ചാൽ ഐഫോൺ എക്സ്. ആ സമയം തൊട്ടാണ് ഞാൻ ഈ ഐഫോൺ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഈ ഐഫോണ് ആ സമയം തൊട്ടേ എനിക്കുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ഈ വാല്യൂ ഫോർ മണി ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ വലുതായിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഐഫോൺ 15 Pro Max കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ഫോണാണ്. എന്നാലും അത് ഒരു സെക്കൻഡ് ഹാൻഡ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പം, സെക്കൻഡ് ഹാൻഡ് പ്രൈസ് റേഞ്ചിലേക്കൊക്കെ വരുമ്പം അത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്. പക്ഷേ പുതിയൊരു ഫോൺ എടുക്കുമ്പോൾ ഐഫോൺ ആ വിലയ്ക്ക് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് ഭയങ്കര സംശയമാണ് എപ്പോഴും. ബട്ട് ഐഫോൺ 17 എന്ന് പറയുന്നത്, ഞാൻ ഈ ലിസ്റ്റിൽ ഐഫോൺ 17 ആഡ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 17 എന്ന് പറയുന്ന അത്യാവശ്യം ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തൊരു ഫോണാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ, അത്യാവശ്യം നല്ല ബാറ്ററി, അത്യാവശ്യം നല്ല എന്നുവെച്ചാൽ കുറച്ച് നന്നായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നവർ, വീഡിയോസ് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല അത്യാവശ്യം നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് നല്ല കിടിലം ആണ്. പിന്നെ നല്ല കോമ്പാക്റ്റ് ഫോണാണ്, അത് എല്ലാവരും പറയാനായിട്ടായിരുന്നു. നല്ല കോമ്പാക്റ്റ് ഫോണാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇതിന് മേളിലേക്ക് ഞാൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്ന് പറയുന്നത് ഒരു 1,00,000 രൂപയ്ക്കൊക്കെ മേളിലോട്ട് ഉണ്ടാക്കി എങ്ങനെ പോയാലും ആൾക്കാർ ചിന്തിക്കണമെന്ന് പറഞ്ഞത് ഐഫോൺ അല്ലെങ്കിൽ സാംസങ്, ഈ 2 ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. വേറെ സെഗ്മെൻറ്റിലോട്ടൊന്നും ആരും ചിന്തിക്കത്തില്ല. ഉണ്ട്, എന്നാലും കുറവാണ്, ആൾക്കാർ കുറവാണ്. സോ ഞാൻ അതിന് മേളിലോട്ടുള്ള സെഗ്മെൻറ്റ് പറയുന്നില്ല. എന്നാലും ജസ്റ്റ് പറയുകയാണെന്ന് ചോദിച്ചാൽ ഐഫോൺ 17 Pro Maxും സാംസങ് ഉണ്ട്. പിന്നെ ഷാമി ഉണ്ട്, ഷാമി 17 Ultra അങ്ങനെയൊക്കെ പറഞ്ഞ ഫോൺസ് ഉണ്ട്. ഇത് ചുമ്മാ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. നെക്സ്റ്റ്, ഇതിൽ ഈ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 കാറ്റഗറിയിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അത് എനിക്ക് ഫസ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയ ഫോണാണ് IQ Neo 10. കാരണം ഞാൻ അത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ബട്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ, ഞാൻ എടുത്ത ആ പ്രൈസ് റേഞ്ചിൽ നല്ല കിട്ടില്ല. വേറെ ഒരു ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ വന്നിട്ടില്ല. സോ എൻ്റെ ഒരു ഇത് വെച്ച് IQ Neo 10 ആണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്ന 2 ഫോൺസിനുണ്ട്, ഷോമി 17ഉം IQ 17ഉം. അത് അത്യാവശ്യം നല്ലൊരു ഫോൺസാണ്. 2 ഫോൺസും അത്യാവശ്യം നല്ല ഫോൺസാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പ്ലേസ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ഏതിന് കൊടുക്കണമെന്ന് കുറച്ച് നേരമായിട്ട് കൺഫ്യൂസ് അടിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഞാൻ കൊണ്ട് കൊടുത്തൊരു ഫോണാണ് OnePlus Nord 5. ഇത് ഞാൻ ആർക്കോ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് ഞാൻ അത് വിട്ട്. കാരണം ആ ഫോൺ എനിക്ക് നോക്കാനൊന്നും കിട്ടിയില്ല. അവർ ആ ഫോൺ തന്നെ വാങ്ങിച്ച്, ബട്ട് ഞാൻ അത് റിവ്യൂ ചെയ്യാൻ അങ്ങനെ ഒന്നും നിന്നില്ല. സോ എനിക്ക് OnePlus Nord 5 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്.
എനിക്ക് അതൊരു 3rd പ്ലേസ് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ആൻഡ് നല്ലൊരു സമയമായി, 10-15 മിനിറ്റായി. ഓക്കെ, സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ വ്ളോഗ്സ് ഇനിയിപ്പോൾ വരും കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട്. നമ്മൾ അപ്പോഴത്തേക്കും കാലൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരാഴ്ചത്തെ റെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വ്ളോഗ്സും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ ഗൈസ്, ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.